സെറീനയാണ്. തന്നെ ഇന്ന് ലഭിച്ചത് ഒരു വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുകയാണ്. എന്തെന്നാൽ നമ്മുടെ ഈ മനസ്സ് തുറക്കുമ്പോൾ പ്രോഗ്രാമിൽ കണ്ട അതിലൂടെ യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് സെറീന. താൻ ഇംഗ്ലണ്ടിൽ സെൻട്രലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻജിനീയറിങ്ങിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം മാർച്ച് മാസം 17-ാം തീയതിയാണ് സെറീന അതിനെ വിളിക്കുന്നത്. അങ്ങനെ അന്ന് താൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും അങ്ങനെ അവളുടെ ഒരു പുതിയ പാന്താവിലേക്ക് തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ ചുവടുവയ്പ്പായിരുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രോഗ്രാം മുഖാന്തരം അറൗണ്ട് ദ വേൾഡ് ഇൻ്റർനെറ്റിൽ കൂടെ കാണുന്നതുകൊണ്ട് അനേകർ യേശുവിനെ കണ്ടുമുട്ടുവാൻ, അനേകർക്ക് വിടുതൽ ലഭിക്കാനൊക്കെ ഇടയായിരുന്നു. ഈ സമയം ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി സോണിയ എന്ന് പറഞ്ഞൊരു കുട്ടി ഇതുപോലെ താൻ സൗത്ത് ആംപ്റ്റണിലായിരുന്നു. അവിടെ നിന്ന് എന്നെ വിളിച്ചു. താനും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ജൂൺ മാസം ഇംഗ്ലണ്ടിൽ പോയപ്പോൾ എന്നെ കാണാൻ വരികയും ആ സമയം അവിടെ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും അത് മാത്രമല്ല അല്ലെങ്കിൽ കുട്ടികളില്ല എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കേഴ്സ് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. ഒരു വലിയ ഗുഡ് ന്യൂസാണ്, ഈ മെയ് മാസം 3-ാം തീയതി താനൊരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അത് കർത്താവ് ചെയ്ത ഓരോ അത്ഭുത പ്രവൃത്തികൾ. അതുപോലെ ആ ജൂൺ മാസത്തിൽ ഞാൻ ഇംഗ്ലണ്ടിൽ കടന്നു പോയപ്പോൾ ഡിനു ഡോണി എന്ന് പറഞ്ഞൊരു കപ്പിൾ കടന്നു വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അവർക്കും കുട്ടികളില്ല, ചില നാളുകളായിട്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഇപ്പോൾ നൗ ഷീസ് വെയിറ്റ് ഓൺലി ഫ്യൂ മോർ വീക്സ് ഫോർ ഹെർ ഡെലിവറി. അങ്ങനെ കർത്താവ് അനേക ജീവിതങ്ങൾ വിടുതലയച്ചുകൊണ്ടിരിക്കുക. അവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന വരവിന് ബോംബെ വന്നു. ബോംബെ വന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ രാജേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ, തൻ്റെ വൈഫും ചില വർഷങ്ങളായിട്ട് കുട്ടികളില്ല എന്ന് പറഞ്ഞ് വളരെ ആത്മഭാരത്തോടെ വന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 ആഴ്ചയ്ക്ക് മുമ്പ് താൻ പ്രസവിക്കുകയുണ്ടായി. ഇതൊക്കെ കാണുന്ന വലിയ സന്തോഷമാണ്. യേശുക്രിസ്തു ഓരോ ജീവിതങ്ങൾ വരുന്ന രൂപാന്തരം, ജീവിതങ്ങൾ കൊടുക്കുന്ന വിടുതലയാണ്. യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ, അതിൻ്റെ ഒരു യഥാർത്ഥ സാക്ഷിയാണ് സെറീന. ഇനി തൻ്റെ നാവിൽ തന്നെ നമുക്ക് തൻ്റെ അനുഭവങ്ങൾ ശ്രമിക്കാവുന്നതാണ്. വളരെ ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ സാധിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ആൻറ്റിയെ ഒരു വർഷം മുമ്പാണ് ഞാൻ ആൻറ്റിയുടെ പ്രോഗ്രാം കണ്ടു തുടങ്ങിയത്. അത് ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡിവൈൻ റെവലേഷൻ ഓഫ് ഹെൽ എന്ന് പറഞ്ഞിട്ടൊരു മേരി കെ ബാക്സ്റ്റർ എന്ന് പറയുന്ന ഒരു ലേഡി എഴുതിയൊരു ബുക്ക് വായിക്കാനിടയായി. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതൽ ക്രിസ്ത്യൻ മെസ്സേജും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആൻറ്റിയുടെ പ്രോഗ്രാമും കണ്ടു തുടങ്ങിയത്. ആൻറ്റിയുടെ പ്രോഗ്രാം കണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു അസൈൻമെൻറ്റ്, എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അസൈൻമെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്. പിന്നെ ഞാനതിൻ്റെ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പാസ് മാർക്ക് 40% വേണ്ടത്. പക്ഷെ എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ അത് ചെയ്യാൻ നോക്കിയാലും എനിക്കൊരു 40% ഒന്നും എനിക്കൊരിക്കലും കിട്ടാത്ത ഒരു ടൈമായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കണ്ട മനസ്സ് തുറക്കുമ്പോൾ എന്ന പ്രോഗ്രാമിൽ ആൻറ്റിയുടെ പ്രെയർ റിക്വസ്റ്റ് ഒക്കെ പറയാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ആൻറ്റിയെ വിളിച്ച് സംസാരിച്ചു. ആൻറ്റി എനിക്ക് ബൈബിളിൻ്റെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് എനിക്ക് ഈ രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഒരു ആവശ്യം എനിക്ക് മനസ്സിലായത്. അപ്പം മുമ്പ് വായിച്ച ആ ഒരു ബുക്കും ആയിട്ട് എനിക്ക് ആൻറ്റി പറഞ്ഞ കാര്യങ്ങളും ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് അത് തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉള്ളതായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ആൻറ്റിയെ വിളിച്ചത് ആ ഒരു അസൈൻമെൻറ്റിൻ്റെ ഒരു ആവശ്യമായിട്ടാണെങ്കിലും ഞാൻ പിന്നെ കൂടുതൽ ഞാൻ ശ്രദ്ധ കൊടുത്തത് ആൻറ്റി പറഞ്ഞ കാര്യങ്ങളും എനിക്ക് മനസ്സിലായ കാര്യങ്ങളുമാണ്. അതെ അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ കൂടുതലായിട്ട് വായിച്ചു തുടങ്ങി. പിന്നെ ഞാൻ മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നെങ്കിലും ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട് എനിക്ക് കൂടുതലും മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. സത്യത്തിൽ അടിയുറച്ചു നിൽക്കുക. അതെ.
അതെ, അന്ന് അത് അതാണ് ശരിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുകൊണ്ട് കൂടുതലും എൻ്റെ പ്രാർത്ഥന എല്ലാം സെയിൻസിനോടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാലും എൻ്റെ ഒരു വിചാരവും ഞാൻ ആ ഒരു സെയിൻറ്റിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ ആവശ്യം സാധിച്ചു കിട്ടിയെന്നുള്ളൊരു ചിന്തയായിരുന്നു. അത് ആൻറ്റിയോട് സംസാരിച്ച് കഴിഞ്ഞും ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് ക്ലിയറായിട്ട് മനസ്സിലായി. നമ്മൾക്ക് ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അല്ല ഇത് അനുഗ്രഹം കിട്ടുന്നത്. നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അങ്ങനെ ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാവുന്നേ ഉള്ളെന്ന് മനസ്സിലായി. പിന്നെ എൻ്റെ പ്രെയർ അങ്ങനെ 1-2 മണിക്കൂർ ഉള്ള നീട്ടമുള്ള പ്രെയറിനേക്കാളും വളരെ ചുരുങ്ങി ഉള്ള പ്രെയർ ഞാൻ 2 മണിക്കൂറൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കൂടുതലും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി 8-9 പ്രാവശ്യമൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സെയിൻസിനോടുള്ള പ്രാർത്ഥനയാണ് ഞാൻ ആ ടൈമിലൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം തീരാൻ ഈ പറഞ്ഞതുപോലെ ഉള്ള ഇത്രയും മണിക്കൂർ എടുക്കും. അപ്പോൾ ഡിവോട്ടഡ് ആയിരുന്നു അന്ന്. എനിക്ക് അതാണ് ശരിയെന്ന് തോന്നി. അപ്പോൾ അത് തന്നെ ചെയ്തു. പിന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ ആൻറ്റി സംസാരിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങനെ ആ ഒരു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു രീതി തുടരണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് പെട്ടെന്ന് ആ ദിവസം തന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഒരു ദിവസം ഞാൻ ഒരിക്കലും മുടക്കാത്ത ഒരു പ്രകൃതമായിരുന്നു. അതൊക്കെ പെട്ടെന്ന് നിർത്തി. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഈ കൂടുതൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്താൽ എനിക്ക് ഒരിക്കലും അതിൽ നിന്ന് ഈ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം സാധിക്കൂ എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ആ ടൈമിൽ ഇല്ല. ഇങ്ങനെ ചൊല്ലും, അതിനെക്കുറിച്ച് പേടിച്ചിരിക്കുമെന്നേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്കൊരു നല്ല സമാധാനവും ഇത് സാധിച്ചു കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടി. ഞങ്ങളുടെ വീട്ടിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അത് കഴിഞ്ഞിട്ട് ചെറിയ പ്രാർത്ഥനകളിലൂടെ തന്നെ മാറിയിട്ടുണ്ട്. പെട്ടെന്ന് ആ ആൾക്കാരിലുള്ള ചേഞ്ച് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മുമ്പ് ഒരുപാട് വർഷങ്ങൾ ഈ ഒരു പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഒരു ചേഞ്ചും ഇല്ലാതെ തുടർന്ന കാര്യങ്ങൾ പോലും വളരെ പെട്ടെന്ന് ആ ആൾക്കാർക്ക് ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ തമ്മിലൊക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നല്ല ബെറ്ററായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ പഠിത്തത്തിൽ ഞാൻ ആ അസൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 40% വേണമെന്ന് പറഞ്ഞിരുന്നത്. അതിനെനിക്ക് 80% എനിക്ക് മാർക്കുണ്ടായിരുന്നു. അതെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും ഞാൻ നടത്തേണ്ടി വന്നിട്ടില്ല. ഞാൻ അന്ന് പ്രാർത്ഥിച്ച ആ ഒരു ചെറിയ പ്രാർത്ഥനയും ബൈബിൾ വെച്ചുള്ള പ്രാർത്ഥനയും പിന്നെ പഴയ കാര്യങ്ങൾ ഞാൻ നിർത്തി ശരിയായിട്ടുള്ളൊരു രീതിയിലോട്ട് വന്നു. പിന്നെ ആ ഒരു അസൈൻമെൻറ്റിന് മാത്രമല്ല, ബാക്കി ആ സെമസ്റ്ററിലുണ്ടായിരുന്ന എല്ലാ എക്സാമിനും എനിക്ക് നല്ല അതേപോലെ തന്നെ ഒരു 70-75 എബോ നല്ല മാർക്കുണ്ടായിരുന്നു. എല്ലാത്തിനും എത്ര ടഫായിട്ടുള്ളതിനും നല്ല മാർക്കുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു 7 വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഒരു 2 മാസത്തിനുള്ളിൽ അവർ ചേച്ചിയുടെ പ്രാർത്ഥിച്ച കാര്യം ആൻറ്റി പ്രാർത്ഥിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ചേച്ചി പ്രഗ്നൻ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും, ഡേറ്റ് ഞാൻ ഓർക്കണില്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോക്ടർ പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് മുഖത്തെന്തോ ഒരു അസുഖം, എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓർത്തു നമ്മൾ ഒരുപാട് വിഷമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അതിനു വേണ്ടി ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ അതിലെല്ലാം കാര്യങ്ങളും നോർമലാണ്. പിന്നെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞു ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ലൊരു മിടുക്കിയായിട്ടുള്ളൊരു കുഞ്ഞിനെ തന്നെ ദൈവം തന്നു. ഇവിടെ സെറീന ടെസ്റ്റിമണി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. താൻ യേശുവിനെ അറിയുന്നതിനും
അറിഞ്ഞ ശേഷവുമുള്ള വ്യത്യാസമാണ് പറയുന്നത്. അതിനു മുമ്പ് 2 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന താൻ പഠിച്ചു വെച്ച അനേക പ്രാർത്ഥനകൾ, തൻ്റെ കുറ്റമല്ല, താൻ അറിഞ്ഞ സത്യത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ യേശു ഹൃദയത്തിൽ വന്നു കഴിഞ്ഞ് താൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അത് ഒത്തിരി സമയമെടുത്തല്ല, ഒത്തിരി പഠിച്ചു വെച്ചതല്ല, തൻ്റെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് പറയുമ്പോൾ അതിൽ കിട്ടിയ വിടുതലുകളാണ് താൻ പറഞ്ഞത്. ഇതെന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, മക്കളെങ്കിൽ അവകാശികൾ. ഒരു മകളായി തീർന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, മരിച്ചു, രക്തം ചൊരിഞ്ഞു. ആ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് കഴിയുമ്പോഴാണ് അവൻ്റെ മകനും മകളുമായി തീരുന്നത്. അതുവരെയും ഭിക്ഷക്കാരൻ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരളവുണ്ട്, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന വേറൊരളവുണ്ട്. അപ്പോൾ മക്കളാകുമ്പോഴാണ് അവകാശികളാകുന്നത്. ആ യഥാർത്ഥ മകളായി കഴിഞ്ഞ് താൻ കർത്താവിനോട് ഒരു വലിയ നീണ്ട സമയമൊന്നും ചോദിച്ചില്ല. താൻ വിശ്വാസത്തോടെ യാചിക്കുന്ന പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി കൊടുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ബൈബിൾ ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ആരാണ് ഈ നീതിമാൻ? ലോകത്തിലാരും നീതിമാനില്ല. ബൈബിൾ പറയുന്നു, സകലരും പാപം ചെയ്തു, ദൈവദയസ് അറ്റവരായി പോയി, ഒരുവൻ പോലും നല്ലവനില്ല. എന്നാൽ ബൈബിളിൽ ഇങ്ങനെ നാം കാണുന്നുണ്ട്, ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം ചുമത്തും. അപ്പം നമ്മളെ രക്ഷിക്കുന്നതും രക്ഷിക്കപ്പെടുക, അതോടുകൂടെ തന്നെ നീതീകരിക്കപ്പെടുക. വി ആർ സേവ്ഡ്, ജസ്റ്റിഫൈഡ് ആൻഡ് ഡിക്ലെയർഡ് റൈച്ചസ്. അപ്പം നമ്മളെ നീതിമാനാക്കി തീർക്കുന്നത് നമ്മുടെ കർത്താവാണ്. അത് നമ്മുടെ സ്വന്തം നീതി കൊണ്ടല്ല. അതാണ് ബൈബിൾ പറയുന്നത്, നോട്ട് ബൈ വർക്ക് ബട്ട് ബൈ ഫെയ്ത്ത്. സ്വന്തം പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ പുത്രനായ യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവെല്ലാം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസമാണ് നമ്മൾ അവൻ്റെ പൈതലാക്കി തീർക്കുന്നത്. നീതിമാനായിട്ട്, അല്ലെങ്കിൽ വിശുദ്ധ, അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ. നമ്മൾ ബൈബിളിലെ ഓരോ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, എഫെസോസ്, അതുപോലെ തന്നെ ഗലാത്യ, ഫിലിപ്പിയ, ഇവിടെ എല്ലാം പറയുന്നത് ഫിലിപ്പിയിലെ വിശുദ്ധന്മാർക്ക്, കൊരിന്ത്യയിലെ വിശുദ്ധന്മാർക്ക്. ആരാണ് ഈ വിശുദ്ധന്മാര്? വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നവരാണോ? അല്ല. പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ കൈകൾ പ്രാപിച്ച എല്ലാവരും വിശുദ്ധരായിട്ടാണ് ബൈബിൾ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെറീന യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത മാത്രയിൽ അവളൊരു വിശുദ്ധയായി തീരുക. എന്നാൽ യേശു കർത്താവുടെ ഹൃദയത്തിൽ വന്നു. പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി അവളെ ശുദ്ധീകരിച്ചു. അവളെ ഒരു നീതിമാനായിട്ട് കർത്താവ് അവിടെ പ്രൊക്ലമേഷൻ നടത്തുക. അങ്ങനെ കർത്താവ് അവളെ നീതിമാനായിട്ട് അവളെ അംഗീകരിക്കുക. അതുകൊണ്ടാണ് അവളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ വിടുതൽ കിട്ടുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആൻറ്റിയെ സ്ഥിരമായിട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. ആൻറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബൈബിളിനെ കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. എപ്പോഴാണ് നാട്ടിൽ വന്നത്? ജൂൺ 27-നാണ്. നല്ല മാർക്കോടെ പാസ്സായി. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 മാസം ഞാൻ പള്ളിയിൽ അങ്ങനെ പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ആൻറ്റി പറഞ്ഞ ഒരു പ്രെയർ സെൻറ്ററിൽ ഞാൻ പോയി അവിടുത്തെ പാസ്റ്ററിൻ്റെ വൈഫിനെയും കണ്ടു. അപ്പോൾ സൺഡേ അവരുടെ പ്രെയർ ടൈമൊക്കെ മനസ്സിലാക്കി. പിന്നെ ഞാൻ അന്നോട്ട് ആ പ്രെയർ ഇതിനാണ് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞു എനിക്ക് ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അവരിൽ നിന്ന് ഒരുപാട് ടെസ്റ്റിമോണിയൊക്കെ എനിക്ക് കേൾക്കാനും അറിയാനും പറ്റി. അത് ഞാൻ എങ്ങനെ ആ ഒരു പ്രെയർ ഇതിന് പോകുന്നതിന് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ വീട്ടിൽ ആർക്കും ഒരു എതിർപ്പില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്നാനത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം ആ പ്രെയർ സെന്ററിലുള്ള എല്ലാവരും തന്നെ സ്നാനപ്പെട്ടവരും ആണ്. അപ്പോൾ സത്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആൻറ്റിയോട് സംസാരിച്ച് എനിക്ക് ഇന്ന് സ്നാനപ്പെടാൻ സാധിച്ചു. അപ്പം സെറീനയെ കുറിച്ച് എനിക്ക് പറയാനുള്ള വലിയൊരു ടെസ്റ്റിമണി എന്നാന്ന് പറഞ്ഞാൽ, താൻ എപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ ആ സമയം മുതൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും
അതിനൊന്നും വകവയ്ക്കാതെ ആ ദൈവ വചനത്തിനനുസൃതമായി മുമ്പോട്ട് പോകാനുള്ള ഭാഗ്യം ദൈവമൊക്കെ കൊടുത്തു. താൻ മടങ്ങി വന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ സെറീന എന്നെ പ്രോഗ്രാമിൽ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സെറീനയെ കണ്ടിട്ടില്ല. താൻ തൻ്റെ മാതാപിതാക്കളുമായിട്ട് ഇവിടെ വരുമ്പോഴാണ് തന്നെ ആദ്യമായിട്ട് കാണുന്നത്. വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മോളെ ചേർത്തലേ നമുക്കൊരു ചർച്ച ഉണ്ട്, അതവിടെ നാഷണൽ ഹൈവേയിലാണ്, അവിടെ പോകണമെന്ന് പറഞ്ഞു. ഒരു മടിയും കൂടാതെ അടുത്ത ആഴ്ച തൊട്ട് താൻ പോകാൻ തുടങ്ങി. അതിലൊക്കെ എടുത്തു പറയേണ്ടത് എനിക്ക് അവൻ്റെ ഡാഡിയുടെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ താനും ഒരു വളരെ സ്ട്രോങ് കാത്തലിക്കാണ് എങ്കിൽ തന്നെയും മകളുടെ അവിശ്വാസത്തെ ഒരിക്കലും താൻ പുറകോട്ട് വലിക്കാനോ അതിനെ ഡിസ്കറേജ് ചെയ്യാനോ ശ്രമിച്ചില്ല. തന്നെ കാറെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുമായിരുന്നു, പിക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെ തുറന്ന മനസ്സോടെ ഓർക്കുന്നത് താന് ഇവിടെ എഞ്ചിനീയർ ആയതിനെ തന്നെയും താൻ ഇംഗ്ലണ്ടിൽ പോയി അവിടെ പഠിക്കുകയൊക്കെ ചെയ്തൊരു വളരെ ഒരു വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി സെറീന ഡേ 1 തൊട്ട് മുമ്പോട്ട് പോയി. അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ കാണുവാനുള്ള ഭാഗ്യം എനിക്ക് കർത്താവ് തന്നു. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ തന്നെ സെറീന ഇപ്പം കല്യാണപ്രായമായി, ഇനി അടുത്ത കല്യാണത്തിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കണം. അതാണ് ഞങ്ങളുടെ ഇനി ഫസ്റ്റ് പ്രയോറിറ്റി. അതാണ് തൻ്റെ പിതാവ് പറയാൻ ഇടയായിത്തീർന്നു. ആ സമയം തൊട്ട് ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായിട്ട് കർത്താവെ വേറെ ആരും ഈ അനുഭവത്തിലില്ല. അങ്ങനെയാണ് ഈ അനുഭവത്തിൽ തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു നല്ല ദൈവപൈതലിനെ തന്നെ അവർക്ക് കർത്താവ് ഇനി കൊടുക്കണം. പക്ഷേ അത് നമ്മുടെ ബുദ്ധിയോട് ചിന്തിക്കുമ്പോൾ അതിനപ്പുറമാണ്. ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്ന അറിഞ്ഞുകൂടാ, എന്നാ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കല്യാണമൊക്കെ ശരിയായി വരിക. അത് പറഞ്ഞേ. അത് പിന്നെ ആലോചനകൾ പ്രപ്പോസലൊക്കെ വരാൻ തുടങ്ങി. അത് ഞങ്ങൾ അപ്പോൾ ഞാൻ മാത്രമേ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും അങ്ങനെ ആയതുകൊണ്ടും എനിക്ക് കൂടുതൽ പ്രപ്പോസലെല്ലാം വന്നത് കാത്തലിക്കും മറ്റ് സഭകളിൽ നിന്നുള്ള പ്രപ്പോസലാണ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഒരു ബോൺ അഗെയിൻ ഫാമിലിയിൽ നിന്ന് പ്രപ്പോസൽ വന്നത്. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രപ്പോസൽ വന്ന് അത് ഫിക്സായി. അത് കഴിഞ്ഞ ഏപ്രിലാണ് ഫിക്സ് ആയത്. ഏപ്രിൽ 28 ഫിക്സ് ആയത്. ഏപ്രിൽ 28 ഫിക്സായി. അടുത്ത മാസം അത് ജൂൺ 7 കല്യാണം. ടിജു എന്നാണ് എൻ്റെ പേര്. അവര് ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കുടുംബത്തിൽ താൻ മാത്രമേ ഈ അനുഭവത്തിൽ വന്നിട്ടുള്ളൂ. അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. അതും ഭയങ്കര ദൈവവിശ്വാസമുള്ള ഒരു ആളാണ്. ബോൺ അഗെയിൻ ആണ്. മുമ്പ് കുറേ വർഷമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നെന്ന് അവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കും ഞങ്ങളുടെ പ്രപ്പോസൽ വന്നപ്പോൾ ഞങ്ങളുടെ കാത്തലിക് ഇതാണെന്ന് അറിഞ്ഞിട്ടും കൂടി അവർക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അറിയുന്നത് കൊണ്ട് അവർക്കത് ഒരു പ്രശ്നമായിട്ട് അവരെടുത്തില്ല. ഇതുപോലെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ കാണാം. സ്വന്തം കല്യാണത്തിന് വേണ്ടി തന്നെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ പരമാർത്ഥ ഹൃദയത്തോടെ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ നിശ്ചയമായി ദൈവം നമുക്കൊരു കരുതും. അവൻ നോക്കിയിരിക്കുക. നമ്മുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ കാര്യം മാറ്റിവെക്കുകയോ അല്ലെ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെ ഒരു പരിധി വെച്ച് മാത്രം അനുസരിക്കുകയോ ചെയ്യുന്നവർക്ക് വേണ്ടി അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. സമ്പൂർണമായ ഒരു സമർപ്പണം. കർത്താവെ, നീ എൻ്റെ ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നു, കർത്താവെ നിനക്ക് വേണ്ടി സമ്പൂർണമായി ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ദൈവം പ്രവർത്തിക്കാം. സെറീന കഴിഞ്ഞ ജൂൺ മാസമാണ് മടങ്ങി നാട്ടിലേക്ക് വരുന്നത്. 1 വർഷം ഈ ജൂണിലാകുന്നേ ഉള്ളൂ. ഈ 1 വർഷം അവളുടെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ എല്ലാ കാര്യങ്ങളും അവൾക്ക് അനുകൂലമായ രീതിയിലല്ല. താൻ മാത്രമേ ഉള്ളൂ ഭവനത്തിൽ നിന്ന് ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങിയ വ്യക്തി. എന്നാൽ പോലും അവിടെ അടിയുറച്ച് ഒരു നിലയിലും ചഞ്ചലിക്കാതെ താൻ നിന്നതിൻ്റെ ഫലമായി സ്വർഗത്തിലെ ദൈവം അവൾക്ക് വേണ്ടി കരുതിയ കരുതല് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ അതിനുവേണ്ടി ഞാൻ എൻകറേജ് ചെയ്യുകയും ചെയ്യാം. നിശ്ചയമായും സെറീനായ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ
നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ പ്രവർത്തിക്കാൻ കഴിയും? പറഞ്ഞേരം മോളെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ അപ്പായിക്കും അമ്മച്ചിക്കും വേണ്ടി, എൻ്റെ ചേട്ടന് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി, പിന്നെ ചേട്ടൻ്റെ വൈഫ് എൻ്റെ അനിത ചേച്ചിക്കും വേണ്ടിയിട്ടാണ്. അവരും കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കി അവർ ഈ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൂടുതലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞ നീ വിശ്വസിക്കാം, നിന്റെ കുടുംബവും രക്ഷിക്കാം അല്ലേ? അപ്പൊ ഇന്ന് സെറീന, ഇന്നത്തെ ദിവസം ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് മെയ് മാസം 8-ാം തീയതി. 8-ാം തീയതി ഇന്ന് സെറീന ഇവിടെ ചിങ്ങവനത്തുള്ള ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് താനിവിടെ സ്നാനം ഏൽക്കുവാനിടയായിത്തീർന്നു. തൻ്റെ ജീവിതത്തിൽ താൻ രക്ഷിക്കപ്പെട്ടുവെങ്കിലും സ്നാനം സത്യമാണെന്ന് മനസ്സിലായി. അതിനോട് താൻ ആഗ്രഹിച്ചു. ഇന്നത്തെ ഡേറ്റ് താൻ സ്നാനപ്പെടുകയും ഇന്ന് തന്നെ ഞാൻ ഈ മനസ്സുറപ്പോൾ പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിൽ ഇൻ്റർവ്യൂ ചെയ്യുകയും കൂടിയാണ്. അത് നിശ്ചയമായി എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഇങ്ങനെ എനിക്കിപ്പം നിങ്ങൾ എന്നെയൊക്കെ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഇത് ഇങ്ങനെ രക്ഷിക്കപ്പെട്ട അനേകരുണ്ട്. എല്ലാവരെയും എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു വ്യക്തിയായിട്ട് പ്രതിനിധീകരിച്ച് ഇന്ന് സെറീന ഇവിടെ ഇരിക്കുക. നിശ്ചയമായും ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നമ്മൾ നേരിട്ട് കാണണമെന്നില്ല, ഞങ്ങൾ ഈ എപ്പിസോഡിൽ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയും. നിശ്ചയമായിട്ടും ഈ പറയുന്ന ഓരോ വാക്കുകളും ഇത് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന വേദന, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ടെൻഷൻസ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ, നിങ്ങളുടെ വീസായുടെ വിഷയങ്ങൾ, ഇതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയാണ്. എന്നാൽ കർത്താവിന് പറയാനുള്ള പൈതലേ, നീ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നത്? നിന്റെ ഭാരം എൻ്റെ മേലിട്ട്, നീ എന്നെ ആശ്രയിക്കുക, എന്നെ വിശ്വസിക്കുക. സിറിന പറഞ്ഞല്ലോ 40% സ്റ്റുഡൻറ്റ് 80% സ്റ്റുഡൻ്റായി മാറി. കുടുംബത്തിലെ പല വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടി. വിവാഹത്തിൻ്റെ കാര്യം പ്രാർത്ഥിച്ച് 1 വർഷത്തിനകം ദൈവം കരുതി. അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും മറുപടി കിട്ടാൻ കാരണം ആദ്യം അവൾ മകളായി തീർന്നു. മക്കളെങ്കിലും അവകാശികൾ. അതുകൊണ്ട് നിശ്ചയമായും ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഇന്നലെ ഫെനിൽ സ്നേഹ എന്ന് പറഞ്ഞൊരു കപ്പിൾ, അവർ ഹീത്രോ ലണ്ടനിൽ തന്നെ വിളിച്ച് അവർ മാർച്ച് 15 രക്ഷിക്കപ്പെട്ടതാണ്. അവർ 1 മണിക്കൂറോളം സ്നേഹ എന്നോട് ഇന്നലെ സംസാരിച്ചു. അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം അവൾ എന്നോട് പറഞ്ഞു, ആൻറ്റി പ്രാർത്ഥിക്കുമ്പം ഞാൻ യേശുവിനെ കണ്ടു, പലവട്ടം ഏഞ്ചൽസിനെ കണ്ടു. അവരുടെ വീട്ടിൽ നിന്ന് അനേകരെ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ട് 10-20 പേരുള്ളൊരു ഫെല്ലോഷിപ്പ് അവരുടെ വീട്ടിൽ നടക്കുക. 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അവർ യേശുവിനെ കണ്ടുമുട്ടിയിട്ട്. അവരുടെ ഉള്ളിലുള്ള ദൈവസ്നേഹം, ആ യേശുവിനെ കണ്ടുമുട്ടി ഇതുപോലെ എന്നെ നിങ്ങൾ ശ്രവിക്കുന്നുവെങ്കിൽ ഇതുപോലെ മാത്രം ശ്രവിച്ചവരാ. അവർ വിളിച്ചു, അവരോട് സുവിശേഷം പറഞ്ഞു, അവർ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു. നിങ്ങൾ അതിനോട് വേറെ ഒന്നും ചെയ്യണ്ട, യേശു നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു. അവരെല്ലാം ചെയ്തു തീർത്തു. ഇറ്റ് ഈസ് എ ഫിനിഷ്ഡ് ജോബ്. കാൽവരിയിലേക്ക് വന്ന യേശുവേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ പാപക്കറകളേക്കായി ശുദ്ധീകരിക്കണമേ. ഈ സമയം കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാനും നിൻ്റെ പൈതലായി തീരുവാൻ ആഗ്രഹിക്കുന്നു, ഞാനും നിൻ്റെ മകനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, നീ എന്നെ സ്വീകരിക്കണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിക്കൂ. കർത്താവ് നിങ്ങളെ മകളാക്കി തീർക്കും, മകനാക്കി തീർക്കും. പിന്നീട് നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മക്കൾക്ക് വേണ്ടി അപ്പൻ കരുതുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതും, നിങ്ങളെ നടത്തും. അതിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മേൽവിലാസം ബെഥസ്ത കമ്മ്യൂണിക്കേഷൻസ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 0481-243-0329. മൊബൈൽ നമ്പർ 9447578202. Our website is mariamathampi.in. Our email address is mariamathampi@yahoo.com. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.